ബുബു ബുബു കുഞ്ഞോ വാർത്താനം വയ്യോ വാർത്താനം വയ്യോ അത് ഞങ്ങൾ പണിയിച്ച് കഴിഞ്ഞിട്ട് സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട് 7:30 ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എണീച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടക്കും. എണീച്ചിട്ട് ഈ സമയത്താണ് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളത്, കളിയും ചിരിയൊക്കെ ഉള്ളത്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കൃഷിയിലും എൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് അമ്മ എടുത്ത് നടക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ചുറ്റും നല്ല കളിയാണ്. ഞാൻ കല്ലൊക്കെ പിടിച്ചായി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞത്, ഇന്ന് ഞങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഫുൾ ഡേ ഒന്നുമില്ല, ഒരു മോർണിംഗ് റൂട്ടീൻ കേട്ടോ. ഒരു 11 മണി 11:30 വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിപ്പോഴും എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടൂത്ത് പേസ്റ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ സെൻസിറ്റീവ് ടീത്തൊക്കെ ആണെങ്കിൽ അത് നല്ലൊരു ടൂത്ത് പേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആവുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അതന്നെ ഇപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിൻ ആവുന്നത് കൊണ്ട് ഞാൻ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ് സെറ്റാഫിലിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഈ ഒരു വിൻ്റർ സീസണിൽ പ്രത്യേകിച്ച്. അപ്പോൾ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പല്ലേച്ച് വന്നു കഴിഞ്ഞാൽ നോക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും നോക്കുന്ന കാര്യമാണ് വെയിറ്റ് നോക്കുക എന്നുള്ളത്. ഞാനത് നോക്കിയിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ചായ കുടിക്കുക. ചായക്ക് വരെ ഞാനിപ്പോൾ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കുന്നത്. ചായയും കോഫിയൊന്നും ഇപ്പോൾ കുടിക്കുന്നില്ല, ഗ്രീൻ ടീ ആണ് വേണം. അപ്പോൾ 2-3 ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുടിച്ച് ശീലമായി കേട്ടോ. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം ഫോൺ നോക്കും, നമ്മുടെ കമൻസ് നോക്കും, അതുപോലെ തന്നെ വീഡിയോസ് നോക്കും, പിന്നെ ഏട്ടുവിൻ്റെ മെസ്സേജ് നോക്കും. അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്, നിച്ചുട്ടനെ അമ്മ പുറത്തേക്ക് നടക്കാനായിട്ട് കൊണ്ടുപോയിട്ടോ, വെയിലൊക്കെ കൊള്ളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കിടന്നിട്ടുള്ള ബെഡും റൂമൊക്കെ ഒന്ന് സ്പീഡിൽ വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞാലാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് കിടക്കുക. സ്കിൻ കെയർ മീൻസ് ഒന്നുമില്ല കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഇത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു സീസണിൽ, ഈ ഒരു കാറ്റുകാലത്ത്. കാരണം ഞാൻ കൊച്ചിയിൽ നിന്ന് വന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആയിരുന്നു, പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റാക്കി നല്ലൊരു ഗ്ലോ തന്നത് ഈ ഒരു ക്രീമാണ് കേട്ടോ, ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് ഞാൻ രാവിലെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞാലൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഫുൾ ഡേ നല്ല എന്താ പറയുക, നല്ല ഗ്ലോവി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ രാവിലത്തെ ആ കുഞ്ഞി തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങും കേട്ടോ. കുറച്ച് നേരം നടക്കാനായിട്ട്. ഭയങ്കര നല്ല കാറ്റാണ്, ഭയങ്കര കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ നല്ല രസമാണ് മുറ്റത്ത് കൂടെ നടക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഏട്ടുവിനെ ഫോൺ വിളിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഏട്ടു ഓഫീസിലെത്തിയിട്ടുണ്ടാവും, അവിടെ സമയം മുന്നിലാണല്ലോ. അപ്പോൾ എന്നാലും ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതാക്കും.
ഇന്നിപ്പോൾ നിവിക്കുട്ടനും ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്നും അവൻ നേരത്തെ നീക്കും. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിലും ലീവുള്ള ദിവസങ്ങളിലാണെങ്കിലും ഒക്കെ നേരത്തെ നീച്ചത് അതുപോലെ മുറ്റത്ത് കൂടെ അവൻ്റെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളുമായിട്ട് നടക്കും. ഇന്നിപ്പോൾ രാവിലെ സൈക്കിൾ ഓടിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് സൗണ്ട് ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറയാൻ കേട്ടോ. രാവിലെ എന്നും അച്ഛനും അവനും കൂടി പുറത്തു കൂടെ ഒരു സൈക്കിൾ റൈഡൊക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ കയ്യിൽ കടന്നിട്ട് നിച്ചുട്ടൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നിവിക്കുട്ടന് ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കഴിക്കും. ബാക്കി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാശിയാണ്. വേറെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചോളും. അപ്പം നിച്ചുട്ടൻ്റെ പൂച്ചുറക്കം കഴിഞ്ഞിട്ട് നിച്ചുട്ടൻ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അമ്മയ്ക്ക് ഓഫീസുള്ളത് കൊണ്ട് ഇതാ അച്ഛൻ്റെ കയ്യിൽ കടന്നിട്ട് കളിക്കുകയാണ് കേട്ടോ. ആള് ഉറക്കം കഴിഞ്ഞാൽ ചെറിയൊരു കളിയുണ്ട്. ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കും. മൂഡ് നല്ല മൂഡാണെങ്കിൽ വർത്തമാനവും ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എണീച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കളിക്കാൻ പോകുകയാണ്. എണീച്ചിട്ട് ഞങ്ങൾ പാലൊക്കെ കുടിച്ച് കളിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് വേണം എനിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ചിണ്ടി 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 അമ്മ ചിണ്ടി അമ്മടെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ എന്തൊക്കെ അയ്യോ എന്നിട്ട് എന്താണ്ടായേ ആ ആ ആ എന്നിട്ടോ എന്താണ്ടായേ അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായോന്ന് ആ അയ്യോ ആണോ പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് ഡയറ്റൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫീഡിങ്ങിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഡയറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഓട്സ് സ്മൂത്തിയാണ്. നമ്മുടെ ഓട്സ് കഴിക്കുന്നത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് കൂട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് രാജ്മയാണ് കേട്ടോ. രാജ്മ എന്ന് പറയുന്ന അയൺ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ഉപ്പേരി പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഓട്സിൽ ഞാൻ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ഡേറ്റ്സും അതുപോലെ തന്നെ ആൽമണ്ട്സും പിന്നെ നമ്മുടെ ചിയാ സീഡ്സ് അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന റോബസ്റ്റ പഴം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു റിഫ്രഷിങ് ആണ്. നമുക്ക് ഉച്ചയായാലും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തോന്നില്ല, വിശക്കില്ല. അതാണ് നമ്മൾ ഈ ഒരു ഓട്സ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടത് എടുത്ത് ഇങ്ങനെ കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ ഓട്സ് സ്മൂത്തിയും അതുപോലെ ഈ രാജ്മ കൊണ്ടുള്ള ഉപ്പേരിയും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിച്ചുട്ടൻ കുറച്ച് സമയം കൂടിയും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് ആളേതാ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് കേട്ടോ. കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം ചെറിയൊരു സ്കിൻ കെയർ ഉണ്ട്. അങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ മാമാഅർത്തിൻ്റെ ഫേസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിൽക്ക് ഫേസ് ക്രീമാണിത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ട് നിച്ചുട്ടൻ്റെ സ്കിന്നിന്. കാരണം കുറച്ചൊരു ഡ്രൈ സ്കിന്നാണ് ആളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ തരി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് എനിക്ക് ഈ ഒരു ക്രീം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് മുഖം തൊടുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ സെബാമെഡിൻ്റെ ലോഷനാണ് യൂസ് ചെയ്യുന്നത് ദേഹത്ത് മൊത്തം പുരട്ടാനായിട്ട്. ഫേസിൽ മാമാഅർത്തിൻ്റെയും യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബിഫോർ നാപ്പിയുടെ നമ്മുടെ ഡയപ്പർ റാഷ് ക്രീമും യൂസ് ചെയ്യാറുണ്ട് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാന്നിട്ട് സുന്ദരനായിട്ട് കിടക്കണേ. സമയം 10:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉള്ള പരിപാടി എന്താ വെച്ചാൽ എനിക്ക് കുളിക്കണം. അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഒരു പരിപാടികൾ അല്ലേ നിച്ചുട്ടാ. അപ്പോൾ ഞാൻ ഡെയിലി ഒന്നും ഇങ്ങനെ പെരുകൊന്നും എഴുതിച്ചു കൊടുക്കാറില്ല. ഒന്നരാടാണ് കേട്ടോ ചെയ്യാറ്. നമ്മൾ ഒരു ദിവസം ചെയ്താൽ തന്നെ നെക്സ്റ്റ് ദിവസം അതിൻ്റെ ആ ഒരു കറുപ്പ് അവിടെ നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെയ്യാറുള്ളൂ. കണ്ണ് എഴുതിച്ചു കൊടുക്കാറില്ല, പിരുക് എഴുതിക്കാറുണ്ട്, അതുപോലെ തന്നെ പൊട്ടിട്ട് കൊടുക്കാറുണ്ട്. അത് എപ്പോഴെങ്കിലും ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ കൂടുതലായിട്ട് എന്നും ചെയ്യാറൊന്നുമില്ല.
അപ്പോൾ ആളിപ്പോഴാണ് അതിനോടൊന്ന് യൂസ്ഡ് ആയിട്ട് വന്നത്. കാരണം മുഖം മുന്നേ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിങ്ങനെ ചെയ്തിട്ട് അത് ആൾക്ക് ഒരു ശീലമായിട്ട് വന്നു. അപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ പുരുകൊക്കെ ഇടി ചുണ്ടനായിട്ട് കിടക്കുന്നുണ്ടേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞാൻ നിച്ചൂട്ടന് വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കും കേട്ടോ. അതൊരു റൂട്ടീനാണ് ഇപ്പോൾ. അപ്പോൾ അതാ നിച്ചുട്ടൻ്റെ പുറപ്പെടലും എല്ലാം കഴിഞ്ഞത് അമ്മമ്മ ഉറക്കാൻ വേണ്ടിയിട്ട് തൂക്കിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കുളിക്കുകയാണ്. നിച്ചുട്ട കുറച്ച് സമയം ഉറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഉറങ്ങും കുളിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഉറങ്ങുള്ളൂ. ചില ദിവസങ്ങളിൽ 2 മണിക്കൂർ, ചില ദിവസം അരമണിക്കൂർ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ സമയം 11:30. അപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഈ ഒരു ടൈമിലാണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നിവിക്കുട്ടന് ഒഴിവുള്ള ദിവസമാണ്, അതുകൊണ്ട് നിവിക്കുട്ടനും ഉണ്ട്, പുറത്ത് കളിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ നിച്ചുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കോളും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എണീച്ച് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും ആള്. അങ്ങനെ ഉറക്കം അത്രയും വരാത്ത ദിവസങ്ങളിൽ മാത്രമേ ഒരു അരമണിക്കൂർ ഉറക്കമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികൾ. എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.